നമ്മുടെ പിണറായി കരകയറുകയാണ് ധർമ്മടത്തു നിന്ന്. അദ്ദേഹം ഏറെ വിഷമിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നൂന്ന് ഇറങ്ങുകയാണ്. അദ്ദേഹം 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ. അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വന്നിരിക്കും എന്ന് കേസ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഞാനത് കരുതുന്നില്ല. ഇനി അങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ അങ്ങേർക്ക് ഔചിത്യക്കുറവുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷം ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇന്ത്യയിൽ. അത് ഇപ്പോൾ കാളിദാസൻ്റെ രഘുവംശത്തിൽ ദിലീപനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ മഹാരത്തായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയതിന് ശേഷം വാനപ്രസ്ഥത്തിന് പോവുകയാണ് ദിലീപൻ, ഇന്ദുമതിയും ദിലീപനും കൂടി. അങ്ങനെ പോയിട്ട് ഗംഗയുടെ ഓരത്ത് പോയി സ്വന്തം കൈകൊണ്ട് കളിമണ്ണിൽ ചെറിയ പാത്രം ഉണ്ടാക്കി വിത്ത് വിതച്ച് അതിൽ നിന്ന് കിട്ടുന്ന ധാന്യം ആ പാത്രത്തിൽ വേവിച്ച് കഴിച്ച് ജീവിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതം, എൻ്റെ ആ ദൗത്യം അവസാനിച്ചു, ഇനി അടുത്ത ദൗത്യം. അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. കാരണം ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞ് പുതിയ കക്ഷികൾ വന്നിട്ട് അവർ ചെയ്യട്ടെ. അത് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ അങ്ങർക്ക് വയ്യ, വളരെ ഗൗരവമുള്ള അസുഖമുണ്ട്. ആ ഗൗരവമുള്ള അസുഖത്തിനിടയ്ക്ക് അങ്ങർക്ക് നടക്കുന്നതൊക്കെ തന്നെ പ്രയാസപ്പെട്ട് ഒന്ന് വിശ്രമിക്കാം എന്ന് തോന്നാതെ, തനിക്ക് ശേഷം പ്രളയമൊന്നുമില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിൽക്കുമല്ലോ അല്ലേ. നമുക്ക് മുൻപ് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, നമുക്ക് മുമ്പുള്ളവർ മരിച്ചു പോയിട്ടും പ്രപഞ്ചം നിന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി മരിച്ചു പോയിട്ടും ഇന്ത്യ മഹാരാജ്യവും ജനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കാൾ വലിയ നേതാക്കളുണ്ട്, അവരുമൊക്കെ ഇല്ലാതിട്ടും രാജ്യം പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരാൾ നയിക്കും എന്ന് തീരുമാനിക്കാനുള്ള വിവേകം ഇല്ലാതെ പോയ ഒരു മനുഷ്യനാണ്, അവിവേകി എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. അത് പോയിക്കോട്ടെ, അത് അദ്ദേഹം ചെയ്തില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഈ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണംകെട്ട വിജയമാണ്. ചില വിജയങ്ങൾ നാണക്കേടുണ്ടാക്കും. അത് ധർമ്മടം പോലെയുള്ള പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് മത്സരിച്ചിട്ട് ഈ പട്ടി നൂണ്ടു കയറുന്ന വേലിക്കടയിലൂടെ പട്ടി നൂണ്ടു കയറുന്ന രീതിയിൽ കടന്നുകൂടിയൊരു ജയവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അത് അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. അത് അദ്ദേഹം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കൂടി ഇരുന്ന് ആ അപമാനവും കൂടി സഹിക്കും എന്ന് ഞാൻ കരുതാൻ വിസമ്മതിക്കുന്നു. അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസം നമ്മൾ കേരളത്തിൽ കണ്ടത് ഒരു വലിയ PR വർക്കായിരുന്നു. മുഖ്യമന്ത്രി ബോംബെയിലെ ഒരു ഏജൻസിയെ ഉപയോഗിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെയെല്ലാം വിലക്കെടുത്ത് ഒരു 30 ദിവസത്തോളമെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളിൽ പിണറായി വിജയൻ അവദാനങ്ങളും അദ്ദേഹത്തെ പ്രശംസിക്കുന്ന പ്രോഗ്രാമുകൾ, ഇൻ്റർവ്യൂകൾ, ഫീച്ചറുകൾ ഇതുകൊണ്ട് നിറയുകയായിരുന്നു. കൂടാതെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് പിണറായി ആണോ എന്ന് പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രചരണ കോലാഹലം അങ്ങനെ നയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു LDFൻ്റേത്. അതിൻ്റെ ദയനീയമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത്. ആ തിരിച്ചടിക്കുള്ളിൽ ഇദ്ദേഹത്തിന് വിവേകമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം ഇനി എന്ത് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇനി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വരുമെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടും വലിയ കാര്യമില്ല. ഇപ്പോൾ MLA ആയിരിക്കുന്നത് കൊള്ളാം, MLA ക്വാർട്ടേഴ്സിൽ വലിയൊരു മുറിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ സംവിധാനമുണ്ട്. അങ്ങർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെ വലിയ നിലയിലാണ്, അതൊന്നും അങ്ങർക്കൊരു പ്രശ്നമല്ല. പക്ഷേ സുജാതൻ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ 140 നിയോജക മണ്ഡലങ്ങളിലും മത്സരിച്ച ഏക സ്ഥാനാർത്ഥി പിണറായി വിജയനാണ്. അതെ, കാരണം പിണറായി അല്ലാതെ വേറെ ആര്, അദ്ദേഹം അത്രയും ചോദിച്ചില്ല, ഇടതുമുന്നണി അല്ലാതെ വേറെ ആര് എന്നാണ് ചോദിച്ചത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ല. അല്ല, ജനങ്ങൾ മറുപടി കൊടുത്തു, അല്ല നിങ്ങൾ അതല്ല എന്ന്. ഇനി ഒരു വലിയ കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 140 നിയോജക മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ട്
ആ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമല്ല. അതെ അതെ 100-ൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് എത്രയാണ് 40 താഴെയല്ലേ ഇപ്പം നിൽക്കുന്നത്. അതെ അതെ 40-ൽ താഴെയിലേക്ക് എത്തിക്കുന്നതിനുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ശ്രമിച്ചിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിൻ്റെ ടീമും മന്ത്രിമാരും വളരെ ശ്രമിച്ചില്ലേ. അപ്പോൾ ഇത്ര കഠിനമായി ഒരു സംസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയോ പരിശ്രമിച്ച് ഇത്രയും പേരെ തോൽപ്പിച്ചതിൻ്റെ മഹത്വവും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. മുമ്പ് ഒരു കോളമിസ്റ്റ്, അതായത് TJS ജോർജ്, പിണറായി വിജയൻ കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പ്രവചനാത്മകമായി. അല്ല, അത് ആ പ്രവചനം ഏതാണ്ട് ശരിയാണ്. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവില്ല. ഇല്ല. ബംഗാളിൽ ജ്യോതിബാസുവിന് ശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ. അല്ല, ബംഗാളിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ ഒരു ലിസ്റ്റ് BC റോയ്, PC സെൻ, അജയ് മുഖർജി, PC ഘോഷ്, വീണ്ടും അജയ് മുഖർജി, SS റേ, സിദ്ധാർത്ഥ ശങ്കർ റേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ജ്യോതി ബസു. അതെ, ജ്യോതി ബസു കഴിഞ്ഞിട്ട് വന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ. അതെ, ബുദ്ധദേവ് ഭട്ടാചാര്യ കഴിഞ്ഞിട്ട് വന്നത് മമതാ ബാനർജി. ഇവരെല്ലാം ബംഗാളിലെ ഭദ്രലോക് എന്ന് പറയുന്ന. മമതാ ബാനർജി ഭദ്രലോകാണ് ആണോ? മുസ്ലിം അല്ലേ? അല്ല, ഷീ ഈസ് നോട്ട് എ മുസ്ലിം. ഷീ ആക്ട്സ് ലൈക്ക് എ മുസ്ലിം. ഷീ മുഖർജി മീൻസ് മുഖോപാധ്യായ. അപ്പോൾ അവർ ഭദ്രലോകാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭദ്രലോക അല്ലാത്ത വേറെ ആരും ബംഗാളിൻ്റെ ചരിത്രത്തിൽ അധികാരം കൈയാളാനില്ലേ? ലീഡർഷിപ്പിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുന്നു. അത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പോലും ഇല്ല. എല്ലാത്തിലും അങ്ങനെയാണ് വരുന്നത്. ഭദ്രലോകിൻ്റെ ഒരു രീതിയാണ്. അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആണ്, അവർ യൂറോ സെൻട്രിക്കാണ്, പ്രോ ബ്രിട്ടീഷാണ്, രവീന്ദ്ര സംഗീതം ആസ്വദിക്കും, വിവേകാനന്ദനെക്കുറിച്ച് 2 നല്ല വാക്കുകൾ പറയും. ഇതൊക്കെ ചെയ്യുകയും ഒപ്പം തങ്ങൾ ഇവിടുത്തെ ശരാശരി ബംഗാളികളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് എന്ന് ഭാവിക്കുകയും ചെയ്യുന്ന ആ ഒരു ഭരണം തന്നെയാണ് വന്നിട്ടുള്ളത്. മമതയും അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. ആ ഒരു ട്രഡീഷന് സംഭവിക്കുന്നൊരു മാറ്റവും കൂടി ആയിരിക്കും ഈ പ്രാവശ്യത്തെ വിജയം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ അപ്രത്യക്ഷമായി. ഈ ഇദ്ദേഹത്തെ സിദ്ധാർത്ഥ ശങ്കറയോടുകൂടി ഇനിയില്ല. ത്രിപുരയിൽ തീർന്നു. പിന്നെ ബേബിയുടെ സംതൃപ്തിക്ക് വേണ്ടി ഒരു കാര്യം പറയാം, 1 സീറ്റോ മറ്റോ ബംഗാളിൽ ജയിച്ചിട്ടുണ്ട്. അക്കൗണ്ട് തുറക്കുമെന്നേ ബേബി അവകാശം. അതെ, അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു അവിടെ. ഈ പ്രാവശ്യം ഞങ്ങൾ അക്കൗണ്ട് തുറക്കും. 36 കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു സംസ്ഥാനത്ത് നിന്ന് ജനങ്ങൾ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അക്കൗണ്ട് തുറക്കും എന്ന് പറയാൻ വേണ്ടി ചെല്ലുകയും വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുകയും 0.02% വോട്ട് കരസ്ഥമാക്കുകയും ചെയ്ത പാർട്ടി ആ അവസ്ഥയിലേക്ക് CPM എത്തേന്. കേരളത്തിലും അത് തന്നെ ആയിരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും TJS ജോർജ് പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള സൗഭാഗ്യം തീർച്ചയായിട്ടും പിണറായി വിജയനുള്ളതാണ്. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ഇരുന്ന് ഈ മുന്നണിയെ നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അതും ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം. കാരണം അധികാരത്തോടുള്ള ആർത്തി അത്ര വലുതായതുകൊണ്ട് സ്റ്റേറ്റുകാരും എന്താണ് എസ്കോർട്ടും പോലീസും ഒക്കെ തനിക്ക് വേണമെന്ന് നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് ആകേണ്ടി വരും. അത് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ അതും കൂടി ചെയ്തു കഴിഞ്ഞാലേ അത്രത്തോളം വഷളനാവണം. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ഏക കാര്യം ദൈവം പോലും അങ്ങയെ രക്ഷിക്കാനുണ്ടാകില്ല എന്ന് മാത്രമാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഫ്ലോറിൽ തിളങ്ങേണ്ട ഒരാളാണല്ലോ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഒരു വലിയ ടീമിനെ നയിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ അർത്ഥവത്തായി വിമർശിച്ച്
ക്രിയാത്മകമായ നിർദ്ദേശം വയ്ക്കുകയും അല്ല, ചെയ്യും. ഒന്നാമത് അദ്ദേഹം ഔചിത്യം ഉണ്ടായിരുന്നു. ഔചിത്യവും ഇല്ല, വിവേകവും ഇല്ല. ഇത് രണ്ടും അദ്ദേഹത്തിനില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് ടാസ്ക്കാണ്. അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങുന്നതല്ല. അതുകൊണ്ടുകൂടി അല്ല, പക്ഷേ എടുത്താൽ പൊങ്ങുന്നതല്ലെങ്കിലും അദ്ദേഹം എടുക്കും. കാരണം നേരത്തെ പറഞ്ഞ ഈ പോലീസിൻ്റെ അത് കിട്ടുമല്ലോ. ഒരു മന്ത്രിയുടെ ക്യാബിനറ്റ് പദവി, ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയാണല്ലോ. അപ്പോൾ അത് ചെല്ലുമ്പോൾ പോലീസ് ഉണ്ടാവും, മുൻപിലും പിന്നിലും പോലീസ്. ഇനി അദ്ദേഹത്തിന് മുന്നിലും പിന്നിലും പോലീസില്ലാതെ സഞ്ചരിക്കുന്ന 10 കൊല്ലമായപ്പോൾ ശീലമായി പോയി. കൊട്ടാരക്കരയിൽ നിന്ന് ബാലഗോപാൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ, ജയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, ചിലപ്പോൾ ബാലഗോപാലായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ്. ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ട്. കാരണം MP രാജേഷ് ഇല്ല. മരുമോൻ ജയിച്ചിട്ടുണ്ടോ? ഉണ്ട്. മരുമോനാക്കാൻ വേണ്ടി പുള്ളി ശ്രമിച്ചുകൂടായികയില്ല. പാർട്ടി അംഗീകരിക്കത്തില്ല, CPM അംഗീകരിക്കില്ല. ഇത്രയും കാലം പിണറായിയുടെ ഏത് ഇംഗിതമാണ് CPM അംഗീകരിക്കാതിരുന്നേക്കണമെന്ന് പറഞ്ഞ്? ഇപ്പോൾ പിണറായിസം തകർന്നല്ലോ. ഇല്ല, ബാക്കിയുള്ളവരൊക്കെ ശിഗിടികളാണ്. ഗോവിന്ദന് ഇയാൾക്കെതിരെ നിൽക്കാൻ പറ്റുമോ? ഗോവിന്ദൻ കിട്ടിയ സന്ദർഭം, ഗോവിന്ദൻ്റെ ഭാര്യ ജയിച്ചാ? ഇല്ല. കിട്ടിയ സന്ദർഭം വിമതൻ ജയിച്ചു. അല്ല, കിട്ടിയ സന്ദർഭത്തിൽ ഭാര്യയെ MLA ആക്കാൻ ശ്രമിച്ച ഒരു കക്ഷിയാണ്. ഇവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഭർത്താവ് പാർട്ടി സെക്രട്ടറി, ഭാര്യ MLA, എന്നിട്ട് പറയണ അവർ തന്നേക്കാൾ വലിയ നേതാവാണ് എന്ന് സാക്ഷ്യം പറയുക. എഡ്യൂക്കേഷൻ മിനിസ്റ്ററും അതുപോലെ പാർട്ടിയുടെ ഭാര്യയല്ലേ? പാർട്ടിയുടെ ഭാര്യയാണ്. അത് പിന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ ഭാര്യയാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ ഭാര്യയാണ്. ഓഹ്, ഇതുപോലെ ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള, ഡിസാസ്ട്രസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ വാക്കുണ്ടല്ലോ, സ്വജനപക്ഷപാതം, മക്കൾ രാഷ്ട്രീയം, കുടുംബാധിപത്യം, ഇതൊക്കെ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരു ചർച്ച പോലും ആകുന്നില്ല. അല്ല, ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയും മക്കളെയും മരുമക്കളെയും ഒക്കെ മത്സരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വരും കേരളം BJPയുടെ സുവർണ്ണ കാലമായിരിക്കും. അല്ല, ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യമായി കഴിഞ്ഞിരിക്കുന്നു, അതിൽ സംശയം വേണ്ട. ഇനിയിപ്പോൾ അന്ത്യമായിട്ടില്ല എന്ന് ചിലരൊക്കെ പറയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതോ ഒരു ചാനലിലെ ഒരു അവതാരം പറയുന്നുണ്ടായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന MLA-മാരോ വോട്ടോ ഒന്നുമല്ല, അല്ലാത്തൊരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ജനാധിപത്യത്തിൽ അല്ലാത്ത ശക്തി എന്താണെന്ന് ആ അവതാരത്തിന് മാത്രം അറിയാൻ പാടുള്ളൂ. അട്രോസിറ്റീസ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം അസംബ്ലിയിൽ, പക്ഷേ വേറൊരു കാര്യമുണ്ടല്ലോ, ഇനി ഇത് വന്നില്ലെങ്കിൽ ഇദ്ദേഹം അവിടെ വന്നിട്ട് വെറുതെ ഒരു MLA ആയിട്ടിരിക്കണ്ടേ? അത് അതിനേക്കാൾ കഷ്ടമല്ലേ? അതുകൊണ്ട് ന്യായമായി ഞാൻ സംശയിക്കുന്നത് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് രാജിവെക്കുകയും അവിടെ 6 മാസത്തിനുള്ളിൽ ഒരു ബൈ ഇലക്ഷൻ വേണ്ടി വരികയും ചെയ്യും. അത് അങ്ങയുടെ അതിമോഹമാണ്, നടക്കില്ല. അവസാന ശ്വാസവും സെക്രട്ടേറിയറ്റിലൂടെ പോകണം എന്ന് കരുതി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ എന്ന് നോക്കി നടക്കും. അധികാരമാണ് സാർ, അതങ്ങനെ വിട്ടുകൊടുക്കില്ല. വീണ വിജയനെ മത്സരിപ്പിച്ചാൽ പോരെ? വീണ വിജയനെ സ്ഥാനാർത്ഥിയാക്കാൻ പോരെ? വീണ വിജയനെ സ്ഥാനാർത്ഥിയാക്കിയാലും പിണറായി വിജയൻ അതിൽ അധികാരത്തിൻ്റെ ഇത് വരുന്ന സമയത്ത് സോറബൻ റസ്റ്റം കഥ വായിച്ചിട്ടില്ലേ? അതിനകത്ത് അച്ഛനും മകനും അമ്മയും മകളും ഒന്നുമില്ല, അവനവൻ തന്നെയുള്ളു. അപ്പോൾ അതുകൊണ്ട് ദയനീയമായിരിക്കും ഇനിയുള്ള ഓരോ ദിവസവും പിണറായിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല.